എന്തെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ ശ്രമിച്ച അപ്പോഴേക്കും ഇവളെന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. നാശം. എന്തേലും ആട്ടെ. ഇവള് മറുകണ്ടം ചാടിയോ? വിശ്വസിക്കാൻ പറ്റില്ല. വിഷം കൂടിയ പാമ്പ. ഇന്ദ്രജ പറയൂ. സർ, ചെമ്പകമംഗലത്ത് പുതിയ പൂജ ആരംഭിക്കുകയാണെന്ന് അറിഞ്ഞു. എന്ത് പൂജ? അവിടുത്തെ ദോഷങ്ങൾ മാറാനുള്ള പൂജയാണെന്നാ സാവിത്രി പറഞ്ഞത്. പൂജ നടത്തിയാൽ ദോഷങ്ങൾ മാറുമോ ഇന്ദ്രജെ? വെറുതെ അബദ്ധം പറയാതിരിക്കൂ. അതില് മറ്റൊരു അപകടം കിടപ്പുണ്ട് സർ. എന്തപകടം? കാർത്തിക്കും മീനാക്ഷിയും ഒരുമിച്ചിരുന്ന പൂജ നടത്തുന്നത്. അപ്പൊ അവർ ഒരുമിച്ചോ? ഇല്ല. ഒരുമിച്ചാലോ? പാടില്ല. എങ്കിലത് തടസ്സപ്പെടുത്തണം. തടസ്സപ്പെടണം. ഞാൻ എന്റെ ചതുരംഗ പലകയിലേക്ക് മറ്റൊരു കരുവിനെ ഇറക്കി കളിക്കും. ജയറാമനെ. മൈഥിലി, മൈഥിലി, മൈഥിലി. മൈഥിലി, മൈഥിലി. മൈഥിലി, മൈഥിലി. മൈഥിലി, വേണ്ട. പോലെ നീ എങ്ങോട്ട്? വേണ്ട. എന്നെ വിട്ട് പോലെ. ഇതിലേ ഇതിലേ അയ്യോ, ഇതെന്ത് പറ്റി? ചുട്ടുപൊള്ളുന്ന പനിയാണെന്ന് ദൈവമേ. എന്ത് ചെയ്യും? ACP, നല്ല പനിയാ. എഴുന്നേക്കാവോ? നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ദൈവമേ, പിച്ചും പെയ്യും പറയുവാണല്ലോ. എന്താ വേണ്ടത്? മൈഥിലി, എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചുണർത്തണമല്ലോ. അമ്മായി വിളിക്കണോ അതോ അമ്മയെ വിളിക്കണോ? എന്തായാലും അമ്മ
അമ്മയെ വിളിക്കാം. വരുന്നത് വരട്ടെ. ഒരാൾക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. അമ്മേ, 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 വാതിൽ തുറക്കമ്മേ. ഛെ. അമ്മേ, 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 വാതിൽ തുറക്കാൻ. അമ്മേ, വാതിൽ തുറക്കമ്മേ. ആരാത്? ഞാനാ, മീനാക്ഷി. മീനാക്ഷി? അമ്മേ, എന്താ മോളെ, എന്ത് അമ്മേ, പറ്റി? അമ്മേ, എന്താന്ന്? ACPക്ക് ചുട്ടുപൊള്ളുന്ന പനിയ. പനിയോ? ആ, പനി. കിടന്ന് പിച്ചും പെയ്യും പറയുക. വിളിച്ചിട്ട് എഴുന്നേക്കൊന്നുമില്ല. അയ്യോ ദൈവമേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ കുഞ്ഞിനെ മാറ്റി കിടത്തണമല്ലോ. ഈശ്വര, അതിന് പനിയായ? ACP ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഔട്ട് ഹൗസിൽ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ. അതൊന്നും വേണ്ട മോളെ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും? ആ, നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് രാമഭദ്രനെ ജഗദീഷിനെ വിളിക്കാം. ആ, എന്തായാലും മോള് വാ, ഞാനൊന്ന് നോക്കട്ടെ. ദൈവമേ, നല്ല പനിയാണല്ലോ. എന്ത് ചെയ്യും അമ്മേ? മോനെ, മോനെ അത് കാർത്തിക. വേണ്ടമ്മേ, വിളിച്ചുണർത്തണ്ട. ഇനി അമ്മയെ കണ്ട് ആളിന്റെ ഭാവം മാറിയാലോ. ആ, അത് ശരിയാ. മോൾ ഒരു കാര്യം ചെയ്യേ, തൽക്കാലം തുണി നനച്ച് കാർത്തിമോന്റെ നെറ്റിയിലിട്. വേഗം ചെല്ല്. അമ്മേ, ഇതാ. മോളെ, ഈ വെള്ളം മലിയുമ്പോ അടുത്ത തുണി നനച്ചിടണം. ശരിയമ്മേ. ഇതിങ്ങനെ കുറെ പ്രാവശ്യം ചെയ്യുമ്പോ പനി കുറയാറാ പതിവ്. ഇനി പനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ജഗദീഷിനെയോ രാമഭദ്രനെയോ വിളിക്കാം. ഹോസ്പിറ്റലിലും കൊണ്ടുപോവാം. ആ, കരയല്ലേ? വാവ വാവോ രാരിരാരോ, വാവ വാവോ. ഉറങ്ങിക്കോട്ടാ. രാരിരാരോ രാരിരാരോ, കരയാതെ കരയാതെ വാവോ. ഉറങ്ങിക്കോ. പനി കുറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം കൂടി ചെയ്യണേ. അമ്മേ, ACP ഉറങ്ങിന്ന് തോന്നുന്നു. പനി വിട്ടു, അതാ. ആ, എന്നാ അമ്മ പോയി കിടന്നോ, ഉറങ്ങിക്കോ. എന്റെ ഉറക്കല്ലല്ലോ മോളെ പ്രശ്നം. ഈ കുഞ്ഞിന് പനി വരാൻ പാടില്ല. കൊച്ചു കുഞ്ഞല്ലേ. ഈ രാത്രി നിനക്ക് കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കാൻ പറ്റിയെന്ന് വരില്ല. കാർത്തിക്ക് പനിയല്ലേ. കുഞ്ഞിനെ ഇനി ഈ മുറിയിൽ കിടത്തണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യോ അമ്മേ, അത് ACPയോ സാവിത്രി അമ്മയോ അറിഞ്ഞാ വലിയ പ്രശ്നമാവില്ലേ? അറിഞ്ഞാൽ അത് മതി അവർക്ക് പ്രശ്നത്തിന്. അറിയരുത്. അതിനിപ്പോ എന്ത് ചെയ്യും? അവരെഴുന്നേക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മോള് പേടിക്കണ്ട. ഓ ഓ ഓ, വന്നേ. ആ മോളെ,
എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേ. മൊബൈലിൽ വിളിച്ചാ മതി. ശരി അമ്മേ. വീര്യം കുറഞ്ഞൊരു കനേഡിയൻ സ്കോച്ചായത്. നീ എടുത്ത് അടിക്കടാ. പിടിക്ക. കള്ളടിക്കാൻ പറ്റിയ നല്ലൊരു കമ്പനിയെ തിരഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ. എന്തായാലും അതിന് ചേർന്നൊരു കൂട്ടുകാരനെ തന്നെ കിട്ടി. എനിക്കൊരു നല്ല ചങ്ങാതിയുമായി. അല്ല, സാറിന് എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്നത്. ദൈവം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാ ചൊല്ല്. അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടായാൽ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. ചില കാര്യങ്ങൾ ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുവോ സാറേ? നിന്റെ മനസ്സിലെ തിളപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലടാ ഞാൻ നല്ല ഒന്നാന്തരം സ്കോച്ചൊക്കെ എടുത്ത് വിളമ്പുന്നേ. നീ ഒരു വിളഞ്ഞ പുളവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിലെ രഹസ്യങ്ങളൊക്കെ അത് ഇന്നു ഞാൻ ഇങ്ങോട്ട് തോണ്ടിയെടുക്കും. ഇതങ്ങോട്ട് തട്ടിയേ. ഒന്ന് പോമാവട്ടെ. വൈശാഖ് എന്നെ എങ്ങനെ കരുതുന്നേ? ഞാൻ സാറിനെ എൻ്റെ അച്ഛനെ പോലെ. അച്ഛനൊന്നും ആക്കണ്ട, ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കണ്ടാ മതി. ഇതുപോലെ സ്നേഹമുള്ള ഒരു ഏട്ടനില്ലാതെ പോയതിൻ്റെ കുഴപ്പം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. അല്ല, വൈശാഖിനിപ്പോ എന്തോ പറ്റി? എന്തോ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. അത് എന്നോടൊന്ന് തുറന്നു പറ. അതൊന്നും തുറന്നു പറയാൻ പറ്റിയ കഥയല്ല. എൻ്റെ കഥ കേട്ട സാറ് ഞെട്ടും. ഞെട്ടാതിരിക്കാനല്ലേ ഞാൻ ഈ 2 എണ്ണം അടിച്ചേ. വൈശാഖ് പറയേ. സാറതറിയണ്ട. ഇപ്പോ സാറിന്റെ ചേട്ടന്റെ സ്ഥാനത്തായി പോയതുകൊണ്ടേ സാറിന് വഴക്കു പറയും. ഇല്ലടാ, ഞാൻ നിന്നെ വഴക്കൊന്നും പറയത്തില്ല. എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സഹായവും ചെയ്യും. ഈ പറഞ്ഞത് തീർച്ചയല്ലേ? തീർച്ച. ഇല്ല, ഏട്ടൻ എന്നെ വഴക്കു പറയും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനേ പണ്ട് പ്രേമിച്ചിരുന്ന പെണ്ണായിരുന്നു മൈഥിലി. അവളെ ചെമ്പകമംഗലം എന്ന പ്രശസ്തമായൊരു കുടുംബത്തിലെ
ഒരു കാർത്തിക് കല്യാണം കഴിച്ചു. എന്നിട്ട് അയാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ACP. അവൾ ACPയുടെ ഭാര്യയായിരിക്കെ ഞാൻ അവളെ ഇങ്ങ് തട്ടിക്കൊണ്ട് പോന്നു. എടാ വിരുദ, ഇതൊക്കെ അറിയാനല്ലേ കള്ളുകൊണ്ടുള്ള എന്റെ ഹിപ്നോട്ടിസം. കേട്ടിട്ട് വികാര തീക്ഷ്ണവും സംഘടനാത്മകവുമായ ഒരു കഥയാണല്ലോടാ ഇത്. ഒന്ന് വിശദീകരിച്ച് പറയേ. പറയാം. സത്യം പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയെ വൈശാഖ് തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. അവളെ എന്റെ പെണ്ണാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയൊന്നുമില്ല. നിന്റെ കാര്യത്തില് ഞാൻ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കും. വൈശാഖ് ഈ പറഞ്ഞ കഥയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം ഒരു കാരണവശാലും മൈഥിലി അറിയരുത്. ഞാൻ പറയുന്നില്ല. തന്നെയുമല്ല, ബോധം വന്നു കഴിയുമ്പോഴേ ഞാൻ ഇവിടെ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറന്നുപോകും. വൈശാഖേ, എണീക്കടാ. ഇത് വയ്യാവേലിയാവൂ. വൈശാഖേ, എടാ വൈശാഖേ, എണീക്കടാ. എണീക്കാങ്ങോട്ടോ, എണീക്കടാ അങ്ങോട്ട്. പിടിക്കണ്ട, ഞാൻ നടന്നോളാം. സ്റ്റെപ്പ് പോയാ മതി. ഓക്കെ. പുള്ളിമാനെയും കൊണ്ട് നീ വന്നത് ഈ കടുവാക്കൂട്ടിലേക്കാ.
എടീ, പനി മാറിയോ? എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞോ? എന്റെ കുഞ്ഞിനെ നീ കൊണ്ടുപോയി കളഞ്ഞോടി. അത് ACPക്ക് പനിയല്ലായിരുന്നോ? അതുകൊണ്ട് കുഞ്ഞിനെ അമ്മായി കൊണ്ടുപോയി. സാവിത്രി അമ്മായി. എനിക്കിപ്പൊ എന്റെ കുഞ്ഞിനെ കാണണം. ഞാൻ ദാ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇതാ മനച്ചായ. കുഞ്ഞെവിടെ അമ്മേ? കുഞ്ഞോ? ആ, എന്റെ മോൾ എവിടെയെന്ന്?